അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിന് കർത്താവിന് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് ഈ പ്രഭാതത്തിൽ കാണാൻ ദൈവം തന്ന അവസരത്തിന് കർത്താവിന് നന്ദി പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കലങ്ങിയിരിക്കുന്ന അവസ്ഥകൾ, നിരാശ അനുഭവിക്കുന്ന മണ്ഡലങ്ങൾ, വേദനിക്കപ്പെടുന്ന അവസ്ഥകൾ, എങ്ങനെയാണ് മുന്നേറുവാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ച് കലങ്ങിയിരിക്കുന്ന അവസ്ഥകൾ, എക്സാം എഴുതിയിട്ട് ടെൻഷനോടിരിക്കുന്ന അവസ്ഥകൾ, ഞാൻ ജയിക്കുമോ അതോ ഇല്ലയോ എന്നുള്ളതായ ചഞ്ചലിപ്പോടെ ഇരിക്കുന്നു. IELTS OIT മറ്റേത് എക്സാമിന്റെ മുമ്പിലായാലും നീ ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, നീ ഭ്രമിക്കരുത്. ഇന്ന് പകൽ കർത്താവ് നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. കർത്താവാണോ നിന്നോട് പറഞ്ഞത്? യേശുവാണോ നിന്നോട് പറഞ്ഞത്? പരിശുദ്ധാത്മാവാണോ നിന്നോട് സംസാരിച്ചത്? അത് തീർച്ചയായും അവൻ നിവർത്തിക്കും. ധൈര്യമായിരിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. വാക്കു പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്, വാക്കു പറഞ്ഞത് യേശുവാണ്. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ അവൻ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. ധൈര്യമായിരിക്കുക. കലങ്ങിപ്പോകരുത് നിങ്ങളുടെ ഹൃദയം, ക്ഷീണിക്കരുത്, വേദനിക്കരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അവൻ നിന്നെ സഹായിക്കും. ധൈര്യമായിരിക്കുക.